ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് കരാറിന്റെ ചട്ടക്കൂട് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടു. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്തയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംയുക്ത പ്രസ്താവന വിശദമല്ലെന്നും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് കരാറെന്നും കോൺഗ്രസ് വിമർശിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് വിരാമമിട്ട് ഇരു രാജ്യങ്ങളും പുതിയ ഇടക്കാല വ്യാപാര ചട്ടക്കൂടിന് രൂപം നൽകിയതായി സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യയും അമേരിക്കയും വ്യക്തമാക്കി. സമഗ്ര വ്യാപാര കരാറിന്റെ ആദ്യപടിയായാണ് ഇടക്കാല വ്യാപാര ചട്ടക്കൂട്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ 25% പിഴ ഒഴിവാക്കുന്ന ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചാൽ തീരുവ തിരികെ ഏർപ്പെടുത്തുമെന്നും ഉത്തരവിൽ പറയുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങും. എണ്ണ, ഗ്യാസ്, വിമാനഭാഗങ്ങൾ, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയ്ക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഉപയോഗിക്കുന്ന GPU ഉൾപ്പെടെയുള്ള സാങ്കേതിക ഉൽപ്പന്നങ്ങളും ഇതിൽ ഉൾപ്പെടും. അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും കൃഷി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ തീരുവ കുറയ്ക്കും. മദ്യം, വൈൻ, സോയാബീൻ ഓയിൽ, ഡിസ്റ്റിലറികളിൽ ഉപയോഗിക്കുന്ന ഉണക്കിയ ധാന്യങ്ങൾ, ചുവന്ന മണിച്ചോളം, പഴങ്ങൾ, കാലിത്തീറ്റ എന്നിവയ്ക്കടക്കം നികുതിയിൽ ഇളവുണ്ടാകും. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ ഉൽപ്പന്നങ്ങൾ, ജൈവ രാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ചില യന്ത്രങ്ങൾ എന്നിവയ്ക്ക് 18% തീരുവ അമേരിക്ക ഈടാക്കും. ഔഷധങ്ങൾക്കുള്ള നികുതി കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. കാർഷിക പാലുൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണമായ സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കും അമേരിക്കയ്ക്കും സന്തോഷ വാർത്തയെന്നും മേക്ക് ഇൻ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും എക്സിൽ കുറിച്ചു. IT സേവന മേഖലയെക്കുറിച്ച് ഒരു പരാമർശവുമില്ലാത്ത സംയുക്ത പ്രസ്താവന വിശദമല്ലെന്നും വ്യാപാര കരാർ അമേരിക്കയുടെ താൽപര്യങ്ങൾക്കാണെന്നും കോൺഗ്രസ് വിമർശിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.